ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ സാരിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഹാൻഡ് മെയ്ഡാണ്, കണ്ടോ. ഒരു വെറൈറ്റി സാരിയാണ് കേട്ടോ, ജയ്പൂർ കളക്ഷനാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള പാച്ച് വർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് കളർ പാറ്റേണിലുള്ള ഡിസൈൻസ് പാച്ച് ചെയ്തിട്ടുള്ള സാരിയാണ്. സാരിയുടെ പല്ലൂല് കണ്ടോ, ഇതാ കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു ഫാൻസി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ഇങ്ങനെ കിടക്കണ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇതിങ്ങനെ പല കളറിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ പല്ലു പോർഷനിലാണ് ഈ ഒരു പാച്ച് വർക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ള ബഗ്രു പ്രിൻ്റൊക്കെ വരുന്ന സൂപ്പറായിട്ടുള്ള സാരിയാണ് കേട്ടോ. ബോഡി ഫുൾ പ്ലെയിൻ വരും. ഈ രണ്ട് സൈഡിലായിട്ട് ഇതേപോലത്തെ ഗോട്ടാപ്പട്ടി ലേസ് വരുന്ന ഒരു സാരിയാണ്. ഈ ബോഡി പോർഷൻ പല കളറിൽ വരും. അതേപോലത്തെ ഈ പാച്ചിൻ്റെ ഡിസൈൻ പലതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസും കൂടെ വരുന്ന സെപ്പറേറ്റ് ബ്ലൗസ് പീസാണ് വരുന്നത്. അങ്ങനത്തെ ഒരു സാരിയാണ്. നല്ല സോഫ്റ്റ് കോട്ടൺ സാരിയാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, മൽമൽ കോട്ടൺ സാരിയാണ്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് കണ്ടു നോക്കിയാലോ. നല്ല രസമായിരിക്കും കേട്ടോ. അത് ഉടുത്ത് വരുമ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് വരിക സാരി. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് സാരി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത്. നമ്പർ 1 ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എപ്പോഴും നമ്പർ കൂട്ടി തന്നെ എടുക്കുക, അല്ലെങ്കിൽ എൻക്വയറിയുടെ ടൈമിൽ നമുക്ക് അവൈലബിലിറ്റി പറയാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. ഇതിൻ്റെ പല്ലു പോർഷനിലാണ് ഇതേപോലെ പാച്ച് വർക്ക് വരുന്നത്. കണ്ടോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പല പല കളറിലും ഡിസൈനിലും വരുന്ന പാച്ച് വർക്കാണ്. ഉൾഭാഗം നല്ല ഭംഗിയിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആ പാച്ച് വർക്ക് ചെയ്തതൊന്നും ഇവിടെ അതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും കാണാൻ പറ്റില്ല. നല്ല നീറ്റായിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ബോർഡറിലായിട്ട് ഇതേപോലത്തെ ഗോട്ടാപ്പട്ടി ലേസ് ഈ പല്ലു പോർഷൻ്റെ ഇവിടം വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴ്ഭാഗത്തായിട്ട് ഒരുവിധം സാരി ഫുള്ള് തന്നെ ഈ ഒരു ലേസ് വരുന്നുണ്ട്, കണ്ടോ. ആ ലേസും കൂടെ അറ്റാച്ച് ആയിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ്. പല്ലു ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ അതിനെ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. പല്ലു ഇതാ ഇതേപോലെയാണ് കേട്ടോ. ഇങ്ങനെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. വളരെ കംഫർട്ടബിളാണ്. നമുക്ക് ഒട്ടും ചൂടെടുക്കില്ല. ഇത് ഞൊറിഞ്ഞിടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഈ പാച്ച് വർക്ക് ചെയ്ത പോർഷൻ ബോഡി പോർഷനേക്കാളും ഇത്തിരിയും കൂടെ ഒരു ഹെവി ആയിരിക്കും. കാരണം ഇത്രയും പാച്ചും ഈ ഡെക്കറേഷൻസും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ സാരിക്ക് നല്ലൊരു ഫോള് കിട്ടും. ഇങ്ങനെ കിടക്കും. ഞൊറിഞ്ഞിട്ടാലും നല്ല ഭംഗിയിൽ കിടക്കും കേട്ടോ. കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് സാരി വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. റേറ്റ് വരുന്നത് 1925 ആണ് കേട്ടോ. 1925 ഇന്ന് വരുന്ന എല്ലാ സാരീസിനും സെയിം പ്രൈസാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഓരോ പീസും പാച്ച് ചെയ്ത് ഈ സാരിയിൽ അറ്റാച്ച് ചെയ്തെടുക്കുന്നത് ഒരു ഹെവി വർക്ക് തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. അത് ഇത്തിരി ഫാൻസി ടൈപ്പ് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടൊക്കെ വേണമെന്നുള്ളവർക്ക് മാറി ഇടയ്ക്കൊന്ന് മാറി സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ സാരിയാണ്. കണ്ടോ, ഇതേപോലെയാണ് വരുന്നത്. എല്ലാ സാരീസിൻ്റെയും റേറ്റ് വരുന്നത് 1925 ആണ് കേട്ടോ. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇനി ഇതേപോലെ സെയിം കളർ തന്നെ ബോഡി കാണും, പക്ഷെ അതിൻ്റെ പാച്ചിൽ ഡിസൈനിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ സാരീസിനും ഞാൻ സെപ്പറേറ്റ് നമ്പറാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കി ഇഷ്ടമായത് സെലക്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഈ സാരിയുടെ കൂടെ ഇതാ ഇങ്ങനെ ബ്ലൗസ് പീസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ കൂടെ നിങ്ങൾക്ക് വെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ പല കളേഴ്സ് ഉള്ളതുകൊണ്ട് ഏത് കളർ ബ്ലൗസിൻ്റെ കൂടെ പോകുന്ന സാരിയാണ്. ഇതേപോലെ വിത്ത് ബ്ലൗസ് ആയിട്ടാണ് വരുന്നത്. 1925 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 2 ആണ്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സാരി. നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. അതിലിതാ ഇതേപോലെയാണ് പല്ലൂല് പാച്ച് വർക്ക് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതിൽ ടൈ ആൻഡ് ഡൈ പാറ്റേൺ വരുന്നുണ്ട്, പല ടൈപ്പ് പ്രിൻ്റ് വരുന്നുണ്ട്, പല കളേഴ്സിലാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. പല്ലു ദാ ഇതേപോലെയാണ് വരുന്നത്. ഇതേപോലെ ടാസിൽ ഒരു കണ്ടോ, ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 1 ലെയറിലായിട്ട് ഇടാനും സൂപ്പറായിരിക്കും കേട്ടോ. പല്ലുവിൻ്റെ പോർഷൻ ഇത്തിരി ഇങ്ങനെ ഹെവി ആയിട്ടാണ്, കാരണം അത് പാച്ച് വർക്കും ഈ വർക്കൊക്കെ വരുന്നുണ്ട്. ബോഡി പോർഷൻ വളരെ ലൈറ്റായിട്ട് കണ്ടോ, ഭയങ്കര സോഫ്റ്റ് കോട്ടൺ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിലാണ് സാരി വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഒരു സൈഡിൽ ഇതേപോലത്തെ ഗോട്ടാപ്പട്ടി ലേസും വന്നിട്ടുണ്ട്.
ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ദാ ഇതേപോലെ കോട്ടൻ്റെ തന്നെയാണ് കേട്ടോ. ബ്ലൗസ് പീസ് എല്ലാം ഇതേപോലത്തെ ബ്ലോക്ക് പ്രിൻ്റഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് വന്നിട്ടുള്ളത്. ഈ ബ്ലൗസ് വേണമെങ്കിൽ പെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് യെല്ലോ ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും ഇതിലുള്ള ഏത് കളറാണെങ്കിലും പ്ലെയിൻ ബ്ലൗസ് ആണെങ്കിലും സൂപ്പറായിട്ട് ചേർന്ന് പോകും കേട്ടോ. മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ബ്ലൗസ് നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടവർക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം, വേറെ പ്ലെയിൻ സാരീസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്താലും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് കോട്ടൺ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജയ്പൂർ കളക്ഷനാണ്. റേറ്റ് വരുന്നത് 1925 ആണ്, 1925 കേട്ടോ. അടുത്തത് സാരി നമ്പർ 3 ആണ്. ഇതാ കണ്ടോ, നല്ലൊരു നേവി ബ്ലൂ കളറിലാണ് വരുന്നത്. ഇതേപോലെയാണ് പാച്ച് വർക്ക് വന്നിട്ടുള്ളത്. കണ്ടോ, ഡിഫറെൻറ്റ് പാച്ച് വർക്കിലാണ് വന്നിട്ടുള്ളത്. ഇതേപോലെയാണ് അതിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നത്. ഇതിങ്ങനെ കിടക്കണ കാണാൻ എപ്പോഴും നമ്മൾ ഒരേപോലത്തെ സാരിയല്ലേ, ഇത്തിരി ഒരു ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലതായിരിക്കും. പിന്നെ വേണ്ടാന്നുള്ളവർക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയാവും കേട്ടോ. മുകൾ ഭാഗത്ത് ഈ ഒരു പോർഷൻ വരെയാണ് ലേസ് ഉള്ളത്. താഴ്ഭാഗത്ത് ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ലാസ്റ്റ് ഒരു കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഈ ലേസ് ഇല്ലാത്തത് കേട്ടോ. എല്ലാ സാരീസിൻ്റെ സെയിം പാറ്റേൺ ആണ്, കളറിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ. ഇങ്ങനെ വരും സാരി. നല്ല ഭംഗിയാണ് കേട്ടോ. വളരെ കംഫർട്ടബിളായിട്ട് ബോഡി ഹഗ്ഗിങ് ആയിട്ട് അങ്ങനെ കിടക്കുന്ന ഒരു സംഭവമാണ്. ബ്ലൗസ് വരുന്നത് ദാ ഇതേപോലെയാണ് കേട്ടോ. അപ്പോൾ ഈ ബ്ലൗസ് സാരിയും കൂടെ നല്ല രസമായിരിക്കും. സാരിയുടെ ബോഡി പ്ലെയിൻ ആയിട്ട് വരുന്നത് ഒരു സിമ്പിൾ ലേസും കൂടെ വരുമ്പോൾ ഒരു സ്റ്റൈലിഷ് ലുക്കാണ്. അതിൻ്റെ കൂടെ ഇതേപോലത്തെ പ്രിൻറ്റഡ് ബ്ലൗസും കൂടി ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ബ്ലൗസാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്യാവുന്നതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. റേറ്റ് വരുന്നത് 1925. എല്ലാ സാരീസിനും സെയിം പ്രൈസാണ് കേട്ടോ. ഇനി അടുത്ത കളർ കാണാം. അടുത്ത സാരി നമ്പർ 4 ആണ്. ഇതൊരു ബ്രൗൺ മെറൂൺ കളർ ഷെയ്ഡാണ് കേട്ടോ. ഇതാ കണ്ടോ, ഇതേപോലെയാണ് വരുന്നത്. നല്ല ഭംഗിയാണ്. ബോഡി മൊത്തം പ്ലെയിൻ ആണ്. ഇതേപോലെ ലേസ് വരുന്നുണ്ട്. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഇങ്ങനെ വരും കേട്ടോ. കൂട്ടത്തിലൊന്ന് വെറൈറ്റി ആയിട്ടൊക്കെ നിൽക്കാൻ നല്ലൊരു കാഷ്വൽ വെയർ ആയിട്ട് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. ഗെറ്റ് ടുഗദറുകളിലൊക്കെ നല്ലൊരു ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ സംഭവമാണ്. അതേസമയം സിമ്പിളുമാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു പാച്ച് വർക്കും ഈ കളർ കോമ്പിനേഷനൊക്കെയാണ് ഈ സാരീനെ ഡിഫറെൻ്റ് ആക്കുന്നത്. മാത്രമല്ല ഈ ഒരു ലേസുമാണ് കേട്ടോ. ബോഡി ഫുൾ സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള പ്ലെയിൻ മെറ്റീരിയലാണ് കേട്ടോ. ബ്ലൗസ് വരുന്നത് ദാ ഇങ്ങനെയാണ് കേട്ടോ. ഒരു ഗ്രീനിൽ വരുന്ന ഷെയ്ഡാണ് ബ്ലൗസായിട്ട് വരുന്നത്. ഉണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. റേറ്റ് സെയിം ആണ്, 1925 ആണ്. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 5 ആണ്. ഒരു ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. പല്ലു ഇതേപോലെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ്. കണ്ടോ, ഇങ്ങനെ എല്ലാ കളറും വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ നല്ലൊരു ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേണിലാണ് ഈ പല്ലു വന്നിട്ടുള്ളത്. ബോഡി ഫുൾ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. നമുക്ക് ഞൊറിഞ്ഞിടാനും വള്ളയറിലായിട്ടൊക്കെ ഇടാനും ഒക്കെ നല്ല ഭംഗിയാണ്. ബ്ലൗസ് വരുന്നത് ദാ ഇതേപോലെ നല്ല ഭംഗിയുള്ള കോട്ടൻ്റെ പ്രിൻറ്റഡ് ബ്ലൗസ് പീസാണ്. ഇതേപോലെയാണ് വരുന്നത്. ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതാ കണ്ടോ, ഇങ്ങനെ കേട്ടോ. അടുത്ത സാരി നമ്പർ 6 ആണ്. ഇതും യെല്ലോയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതേപോലെ ഫുൾ ഇതേപോലത്തെ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഇതേപോലെയാണ് പല്ലു വരുന്നത്. അപ്പോൾ നേരത്തെ യെല്ലോ കാണിച്ചിരുന്നു. ഇതിൻ്റെ പാച്ച് വർക്കിൽ ചില ഡിസൈൻസിൽ ഡിഫറൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. എല്ലാത്തിൻ്റെയും നമുക്കിങ്ങനെ ഇത് പല ടൈപ്പ് വരുന്നതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും സെപ്പറേറ്റ് നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. യെല്ലോയ്ക്ക് തന്നെ നമ്മൾ മുന്നേ ഒരു യെല്ലോ കാണിച്ചു, ഇതാ ഇപ്പോൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്പർ നോക്കിയിട്ട് പർച്ചേസ് ചെയ്താൽ മതി ഏത് സാരിയാണെന്ന്. ഇതാ കണ്ടോ, ഇതേപോലെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് കുറേ പേര് എൻക്വയറി ചെയ്യാറുണ്ട് കേട്ടോ. അതായത് ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒത്തിരി ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കണം എന്ന് ആഗ്രഹമുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയ സാരിയാണ് കേട്ടോ. ഇതാ കണ്ടോ, ഇതേപോലെയാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. നല്ല രസമായിരിക്കും ഇത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഈ സാരിയും കൂടെ വെയർ ചെയ്ത് വരുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ ഏത് കളർ, എല്ലാ കളറും ഏകദേശം ഇതിൽ വരുന്നതുകൊണ്ട് എങ്ങനെ ഇട്ടാലും നല്ലതായിരിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. റേറ്റ് 1925 ആണ്. അടുത്തത് നമ്പർ 7 ആണ്. ഇതും ഒരു
ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. ഇതാ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. ഇങ്ങനെയാണ് പല്ലു വരുന്നത്. ബോഡി പോർഷൻ ഇതാ ഇതേപോലെ ഫുൾ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് ദാ ഇതേപോലെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ. നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്ത് സാരിയും കൂടെ പെയർ ചെയ്ത് വരുമ്പോൾ സൂപ്പറായിരിക്കും. റേറ്റ് വരുന്നത് 1925. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 8 ആണ്. ഇതേപോലെയാണ് വരുന്നത് കേട്ടോ. ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന സാരിയാണ് കേട്ടോ. ഗ്രീനിൻ്റെ തന്നെ ഏറ്റവും ഒരു ലൈറ്റർ ഷെയ്ഡിൽ വരുന്ന സാരിയാണ്. ഇതേപോലെയാണ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേൺ വരുന്നത്. കണ്ടോ, ഇതൊക്കെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ബ്ലോക്കിങ്ങിൽ ഈ കളറൊക്കെ കാണാം കേട്ടോ. അതൊക്കെ നാച്ചുറലായിട്ട് വരുന്നതാണ്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരിയാണ്. സോഫ്റ്റ് കോട്ടൺ സാരീസാണ്. ഇങ്ങനെയാണ് കേട്ടോ സാരി ഉടുത്ത് വരുമ്പോൾ ഉണ്ടാവുക. ബ്ലൗസ് വരുന്നത് ദാ ഇതേപോലെയാണ് കേട്ടോ. അപ്പോൾ ഈ സാരിയും ബ്ലൗസും കൂടെ വെയർ ചെയ്ത് വരുമ്പോൾ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും കളറാണെങ്കിലും സൂപ്പറായിരിക്കും. റേറ്റ് വരുന്നത് 1925 ആണ്. അടുത്തത് സാരി നമ്പർ 9 ആണ്. ഒരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ. ഇതാ കണ്ടോ, ഇതേപോലെയാണ്. ഇതാ കണ്ടോ, ഇതേപോലെ ഒരു പർപ്പിൾ പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. കണ്ടോ, പല്ലു ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ള പല്ലുവാണ്. ഫുൾ ബോഡി ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുണ്ടാവും. ഇതിൻ്റെ കൂടെ ബ്ലൗസ് വരുന്നത് ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലുള്ള ബ്ലൗസാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ബ്ലൗസാണ്. അത് ഈ ഒരു പിങ്ക് ഷെയ്ഡിൻ്റെ കൂടെ നന്നായിട്ട് ചേർന്ന് പോകും. എല്ലാ ബ്ലൗസ് പീസും അങ്ങനെയാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ സെയിം ബ്ലൗസ് പീസ് ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. റേറ്റ് വരുന്നത് 1925 ആണ് കേട്ടോ. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 10 ആണ്. കണ്ടോ, ഇതും ബ്ലാക്ക് തന്നെയാണ്. സെയിം കളറിൽ പാച്ച് വർക്ക്, ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് നമ്പേഴ്സ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ചിലപ്പോൾ സെയിം ആയിരിക്കും. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ടാന്ന് വെച്ചിട്ട് എല്ലാത്തിനും ഒറ്റയ്ക്ക് നമ്പർ ഇട്ടിരിക്കുകയാണ്. ഇതേപോലെയാണ് സാരി വരുന്നത് ബ്ലാക്കിൽ. കണ്ടോ, ബ്ലൗസ് വരുന്നത് ദാ ഇതേപോലെ കേട്ടോ. ബ്ലാക്കിൽ ബ്ലോക്ക് പ്രിൻ്റ് വരുന്ന ബ്ലൗസ് പീസാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇങ്ങനെയാണ് പല്ലു വരുന്നത്. കണ്ടോ, പല്ലു നല്ല ഹെവിയും ബോഡി ഭയങ്കര സിമ്പിളും സോഫ്റ്റ് കോട്ടൺ ആയിട്ട് വരുന്ന സാരിയാണ് കേട്ടോ. ഇനി അടുത്ത കളർ കാണാം. അടുത്തത് സാരി നമ്പർ 11 ആണ്. ഇത് ഒരു ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. ഇതാ കണ്ടോ, ഇതേപോലെ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള പല്ലുവാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, സാരി ഇങ്ങനെയാണ് വരുന്നത്. പല്ലു വരുന്നത് ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ്. ബ്ലൗസ് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആയിട്ട് തന്നെയുള്ള ബ്ലൗസ് പീസാണ് വരുന്നത് കേട്ടോ. റേറ്റ് 1925 ആണ്. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 12 ആണ്. നല്ലൊരു ബ്രൗൺ മെറൂൺ ഷെയ്ഡിലുള്ള സാരിയാണ്. ഇതേപോലെയാണ് വരുന്നത്. ഫുൾ ബോഡി പ്ലെയിൻ. പല്ലു വരുന്നത് ദാ ഇതേപോലെ കണ്ടോ, ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേണിൽ നല്ല ഭംഗിയുള്ള പല്ലു ഇങ്ങനെ വരും. ഫുൾ സാരി ഇതേപോലെ വരും. വരുന്നത് ദാ ഇങ്ങനെയാണ് കേട്ടോ. ഒരു ഡാർക്ക് ഗ്രീനിലാണ് വരുന്നത്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 1925 ആണ്. 1925 ആണ്. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 13 ആണ്. ഇതാ കണ്ടോ, ഒരു പർപ്പിൾ പിങ്ക് ഷെയ്ഡിൽ വരുന്ന സാരിയാണ്. ഇതേപോലെ ഉണ്ടാവും കേട്ടോ. പല്ലു വരുന്നത് ദാ ഇതേപോലെ കേട്ടോ. കണ്ടോ, ഇത് 1 ലെയറിലായിട്ടൊക്കെ ഇട്ടാലും സൂപ്പറായിരിക്കും. അഥവാ ഞൊറിഞ്ഞുകൊടുത്താലും നല്ലതായിരിക്കും. കണ്ടോ, ഇങ്ങനെ വരും കേട്ടോ. ബ്ലൗസ് വരുന്നത് ദാ ഇതേപോലെ ഒരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണ്. റേറ്റ് വരുന്നത് 1925 ആണ്. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 14 ആണ്. ഇതാ കണ്ടോ, ലൈറ്റ് ഒരു ഗ്രീനിൻ്റെ ഷെയ്ഡാണ് വരുന്നത്. ഇതേപോലെയാണ്. ഫുൾ ബോഡി പ്ലെയിൻ ആണ്. പല്ലു വരുന്നത് ഇതേപോലെ കണ്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ബ്ലൗസ് വരുന്നത് ദാ ഇതേപോലെ ഇൻഡിഗോ ബ്ലൂവിൻ്റെ തന്നെ ഷെയ്ഡാണ്. അത് സാരിയിലും ഇവിടെ കണ്ടോ ഇങ്ങനെ അതിൻ്റെ ഒരു പാച്ച് വരുന്നുണ്ട്.
ഇതേപോലെയാണ് സാരി വരുന്നത്. റേറ്റ് വരുന്നത് 1925 ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലത്തെ ലാസ്റ്റ് സാരി ഇതായിരുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടമായി പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക, എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. വാട്സപ്പ് നമ്പർ വരുന്നത് 8304823244 ആണ്. ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ, മെസ്സേജസ് ത്രൂ എൻക്വയറിയും പർച്ചേസും ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണണവും നേരിട്ട് കാണണവും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ മെറ്റീരിയൽ എന്താണെന്ന് അറിഞ്ഞ് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസും മെറ്റീരിയൽസും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.